ചില ആളുകൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ എല്ലാവരുമായും സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുന്നതെന്നും എവിടെ പോയാലും നന്നായി പെരുമാറാൻ സാധിക്കുന്നതെന്നും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? എല്ലാവർക്കും ആഗ്രഹം അവരുമായി സംസാരിക്കാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനുമാണ്. എന്തുകൊണ്ടായിരിക്കാം എല്ലാവരും അവരെ ഇത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നത്? എന്തെങ്കിലും സൂപ്പർ പവേഴ്സ് ഉപയോഗിച്ചെങ്ങാനായിരിക്കുമോ അവർ ഇങ്ങനെ ആയിത്തീർന്നത്? ചിലർ അവരെ സോഷ്യൽ ബട്ടർഫ്ലൈസ് എന്ന് വിളിക്കുന്നു, ചിലർ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് എന്ന്. എന്നാൽ മറ്റു ചിലർ അവരെ കരിസ്മാറ്റിക് എന്നാണ് വിളിക്കാറ്. ആളുകൾ അധികം സംസാരിക്കാത്ത കാര്യങ്ങളിലൊന്നാണ് കരിസ്മ. എന്നാൽ ജീവിതത്തിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. സോ എന്താണ് കരിസ്മ എന്നും എങ്ങനെ ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റിയായി മാറാമെന്നും അറിയാനായി ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ കരിസ്മ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് അറിയുന്നതിന് മുമ്പ് കരിസ്മ എന്താണെന്നും അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആവുന്നതെന്നും മനസ്സിലാക്കണം. കരിസ്മ നിങ്ങൾക്ക് ജന്മനാ കിട്ടുന്ന ഒന്നല്ല. അത് നിങ്ങൾ നിങ്ങളുടെ കഴിവിലൂടെ ഡെവലപ്പ് ചെയ്യുന്നതും മെച്ചപ്പെടുത്തി എടുക്കാവുന്നതുമായ ഒന്നാണ്. കോൺഫിഡൻസ്, ചാം, ഹ്യൂമർ, സോഷ്യൽ സ്കിൽസ് ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആണ് കരിസ്മ. നിങ്ങളിൽ കരിസ്മ ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളിൽ തീർച്ചയായും അട്രാക്റ്റഡ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുമായി വളരെ എളുപ്പത്തിൽ തന്നെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് അവരിൽ നിങ്ങളെ കൂടുതൽ പ്രിയപ്പെട്ടതും സ്വാധീനം ചെലുത്താനും നിങ്ങൾ അവരെ എന്നും ഓർത്തിരിക്കാനും സഹായിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും കൂടുതൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ നിങ്ങളുടെ കരിസ്മ വളർത്തിയെടുക്കാനുള്ള ചില ടിപ്സ് ആണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ടിപ്പ് നമ്പർ 1, വർക്ക് ഓൺ യുവർ ബോഡി ലാംഗ്വേജ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും, മറ്റുള്ളവർ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ വിലയിരുത്തുന്നതിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നത്. നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട് ഇല്ലാതെ കൈകൾ കെട്ടി ഒരു ക്ലോസ്ഡ് പോസ്ചറായി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ വിലയിരുത്തുന്നത് ഇൻസെക്യൂർ ആൻഡ് അൺഅപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും. എന്നാൽ മറിച്ച് നിങ്ങൾ ഷോൾഡേഴ്സ് രണ്ടും പുറകിലേക്കാക്കി തല ഉയർത്തി കണ്ണിൽ നോക്കി ഓപ്പൺ പോസ്ചറായി സംസാരിച്ചാൽ നിങ്ങൾ വളരെ കോൺഫിഡൻറ്റ് ആൻഡ് വെൽക്കമിംഗ് ആണെന്ന് ആരും പറഞ്ഞു പോകും. സോ കരിസ്മാറ്റിക് ആകാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്നത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിന്റെ കാര്യത്തിൽ അവെയർ ആകുകയും അത് നിരന്തരം ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. അതിനായി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഷോൾഡേഴ്സ് ബാക്കിലേക്കാക്കി നടുവ് നിവർത്തി നിന്ന് തല ഉയർത്തിപ്പിടിച്ച് കണ്ണിലേക്ക് നോക്കി ഒരു ഓപ്പൺ പോസ്ചറാണെന്ന് ഉറപ്പുവരുത്തി ആരോടും സംസാരിക്കുക. സംസാരിക്കുമ്പോൾ കൈകൾ കൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട ആംഗ്യങ്ങൾ കാണിക്കാവുന്നതാണ്. എന്നാൽ ഇതൊരിക്കലും ഓവർ ആകാതെ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരിക്കലും കൈകൾ പിന്നിലേക്ക് പിടിക്കുകയോ കൈകൾ തമ്മിൽ കെട്ടി നിൽക്കുകയോ ചെയ്യാതിരിക്കുക. ഇനി ഇരിക്കുകയാണെങ്കിൽ കാലുകൾ ക്രോസ് ചെയ്ത് ഇരിക്കാതിരിക്കുക. പകരം കൈകളെല്ലാം ചെയറിലോ സോഫയിലോ വിശാലമാക്കി വെച്ച് മാക്സിമം സ്പേസ് യൂസ് ചെയ്ത് ഇരിക്കുക. ഇത് നിങ്ങളെ ഔട്ട്സ്റ്റാൻഡിംഗ് ആക്കി എടുത്തു കാണിക്കുന്നു. ടിപ്പ് നമ്പർ 2, ലേൺ ഹൗ ടു സ്പീക്ക് ആൻഡ് ആർട്ടിക്കുലേറ്റ് യുവർ പോയിന്റ്സ്. കരിസ്മാറ്റിക് ആയിട്ടുള്ള ആളുകൾ ഗുഡ് ലിസണേഴ്സ് മാത്രമല്ല, ഗുഡ് സ്പീക്കേഴ്സ് കൂടിയാണ്. അവരുടെ മനസ്സിലുള്ള തോട്ട്സ്, ഐഡിയാസ് വളരെ വ്യക്തമായ രീതിയിൽ അവർക്ക് പറയുവാൻ സാധിക്കുന്നു. ഇതവരെ കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആക്കി മാറ്റുന്നു. കൂടുതൽ പേരും കരുതുന്നത് പലരുടെയും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽ അവർക്ക് ജന്മന ലഭിച്ചതാണെന്നാണ്. അങ്ങനെ ലഭിക്കാത്തവർക്ക് ഒരിക്കലും അത് നേടിയെടുക്കാൻ കഴിയില്ല എന്നുമാണ്. എന്നാൽ ഇത് തികച്ചും മണ്ടത്തരമാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നത് മറ്റേതൊരു സ്കില്ലിനെ പോലെയും പ്രാക്ടീസിലൂടെ ഇംപ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് ഏതൊരു മനുഷ്യനും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം മറ്റുള്ളവരുമായി ബന്ധങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യർക്ക് ഈ കഴിവ് വളരെ അനിവാര്യമാണ്. ചെറിയ കുട്ടികളിലെ ഭാഷാപരമായ കഴിവുകൾ അവരുടെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ആൻഡ് മെമ്മറി അറ്റൻഷൻ സ്കില്ലുകളുമായെല്ലാം വളരെ അടുത്ത് നിൽക്കുന്നവയാണ്. കുട്ടികൾ വാക്കുകൾ കൊണ്ട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ കോംപ്ലക്സ് ആയ വഴികളിലൂടെ ചിന്തിക്കാനും തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഭാഷാപരമായ വളർച്ചയിൽ എന്തെങ്കിലും പ്രശ്നം നേരിടുന്ന കുട്ടികൾ വളർന്നു വരുമ്പോൾ മറ്റു മേഖലകളിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ടതിൻ്റെ മറ്റൊരു ആവശ്യകത എന്തെന്നാൽ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ തോട്ട്സും ഫീലിംഗ്സും മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ സഹായിക്കുന്നു. കൂടാതെ മറ്റുള്ളവരുമായി ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും വിശ്വാസപരമായി മറ്റുള്ളവരുമൊത്ത് ബോണ്ട്സ് ഉണ്ടാക്കാനും സഹായിക്കുന്നു. നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് സംസാരിക്കുമ്പോൾ ക്ലിയർ ആൻഡ് കോൺഫിഡൻ്റ് ആയി സംസാരിക്കുക എന്നത്. സംസാരിക്കുമ്പോൾ ഫില്ലർ വേർഡ്സായ ആഹാ എന്നിങ്ങനെയുള്ള മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പോസ് സ്ട്രാറ്റജി ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുക. ഇതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊരു 2 സെക്കൻഡ് സംസാരം നിർത്തുക. ഇത് കേൾക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ പറയുന്ന കാര്യം പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാനും സഹായിക്കുന്നു.
കൂടാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ പ്രാധാന്യം നിറഞ്ഞതാണെന്ന് അവർക്ക് തോന്നിപ്പിക്കാനും അത് സഹായിക്കുന്നു. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിൽ പറയുകയാണെങ്കിൽ കേൾക്കുന്ന ആൾ കൂടുതൽ എൻഗേജ്ഡ് ആകുകയും കേട്ട കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുകയും ചെയ്യും. ഫ്രണ്ട്സ്, നിങ്ങളുടെ ജീവിതത്തിന്റെ സക്സസ് തീരുമാനിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതെന്താണെന്ന് അറിയുമോ? ആളുകൾ 2 തരത്തിലാണ് പ്രയത്നിക്കുന്നത്. ഒന്ന്, കൂടുതൽ പ്രയത്നിച്ചിട്ട് കുറച്ച് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു രീതി. മറ്റൊന്ന്, കുറച്ച് പ്രയത്നിച്ച് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്ന രീതി. ഇതിൽ ഏതാണ് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് പ്രയത്നിക്കുമ്പോഴേക്കും കൂടുതൽ റിസൾട്ട് കൊണ്ടുവന്ന് തരുന്ന കാര്യങ്ങൾ എന്നുള്ളത് കണ്ടെത്തി അതുമാത്രം ഫോളോ ചെയ്ത് മറ്റതിനെല്ലാം എലിമിനേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് 80-20 പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഈ 80-20 പ്രിൻസിപ്പിൾ നമ്മൾ വിശദമായി പഠിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കിത് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയൂ. എനിക്കിത് എവിടെ നിന്നാണ് മനസ്സിലായതെന്നാൽ ദ 80-20 പ്രിൻസിപ്പിൾ ദ സീക്രട്ട് ടു അച്ചീവിംഗ് മോർ വിത്ത് ലെസ് എന്ന ബുക്കിന്റെ മലയാളം ഓഡിയോ ബുക്ക് കുക്കു FM-ൽ നിന്നും കിട്ടിയതുകൊണ്ടാണ്. കുക്കു FM-ൽ ഇതുപോലെയുള്ള 10,000-കണക്കിന് ബുക്കുകളാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. അതുമാത്രമല്ല, ഇപ്പൊ നമുക്ക് വേണ്ടി കുക്കു FM ഒരു ഓഫറും വെച്ചിട്ടുണ്ട്. അതാണ് 50% 1 month സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കുവാൻ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും 49 രൂപ മുടക്കിയാൽ മതി. ഇത്രയും വലിയ അറിവിന്റെ സാമ്രാജ്യത്തിലേക്ക് ചുവടുവെക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ? ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കുക്കു FM-ന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ കുക്കു FM വിസിറ്റ് ചെയ്ത് നോക്കുക, സബ്സ്ക്രിപ്ഷൻ എടുക്കുക, എന്നിട്ട് തിരിച്ച് വീഡിയോയിലേക്ക് വരിക. ടിപ്പ് നമ്പർ 3, ബിഫോർ യു സ്പീക്ക് ലേൺ ഹൗ ടു മേക്ക് പീപ്പിൾ ഫീൽ ഹേർഡ്. കരിസ്മാറ്റിക് ആയ ആളുകൾ എപ്പോഴും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നവരാണ്. മാത്രമല്ല, പറയുന്ന വ്യക്തിയോടും കേൾക്കുന്ന കാര്യങ്ങളോടും കരിസ്മാറ്റിക് ആളുകൾ എമ്പതി കാണിക്കുകയും തോട്ട്ഫുൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് പറയുന്ന വ്യക്തിയിൽ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെന്നും പറയുന്ന കാര്യങ്ങൾ വാല്യൂഡ് ആണെന്ന് തോന്നിപ്പിക്കുന്നു. കൂടാതെ അവരുമായി സ്ട്രോങ് റിലേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തികളിൽ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെന്ന തോന്നലുണ്ടാക്കാനായി അവരുടെ ഫീലിംഗ്സ് മനസ്സിലാക്കി എമ്പതി കാണിക്കുകയും പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും അവർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ അവരെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയിക്കുകയും ചെയ്യാവുന്നതാണ്. എല്ലാം കേട്ട ശേഷം അവർ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി അവരോട് തന്നെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ എന്ന് ചോദിക്കുകയും നമുക്ക് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുകയും ചെയ്യുക. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളെയും അച്ചീവ്മെന്റ്സിനെയും കുറിച്ച് സംസാരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോറടിപ്പിക്കുന്നതിന് പകരം അവരുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും കൂടുതൽ കരിസ്മാറ്റിക് ആയി മാറുകയും ചെയ്യുക. ടിപ്പ് നമ്പർ 4, ഷോ കോൺഫിഡൻസ് ഇൻ യുവർ ആക്ഷൻസ്. കരിസ്മാറ്റിക് ആയ ആളുകൾ അവർ ചെയ്യുന്ന എല്ലാ കാര്യവും കോൺഫിഡൻ്റ് ആയേ ചെയ്യുകയുള്ളൂ. അതിനി ഒരു ക്ലാസ് റൂമിൽ പ്രസന്റേഷൻ എടുക്കുകയാണെങ്കിലും പുതിയ ആളുകളെ മീറ്റ് ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും ബിഗ് ഡിസിഷൻ എടുക്കുകയാണെങ്കിലും അവർ എപ്പോഴും അവരുടെ കഴിവിലും എബിലിറ്റീസിലും പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചവർ ആയിരിക്കും. കൂടാതെ അവരുടെ ഈ കോൺഫിഡൻസ് ഒരു മടിയും കൂടാതെ അവരെ കൊണ്ട് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആകാനായി കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുകയും പുതിയ എക്സ്പീരിയൻസ് നേരിടാൻ തയ്യാറാകുകയും ചെയ്യുക. ഫേക്ക് ഇറ്റ് അണ്ടിൽ മേക്ക് ഇറ്റ്. ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും എനിക്കിത് കഴിയില്ല എന്ന് ചിന്തിക്കാതിരിക്കുക. നിങ്ങൾക്ക് കഴിയും എന്ന് വിശ്വസിച്ച് ചെയ്തു തുടങ്ങുക. എപ്പോഴും നിങ്ങളുടെ ഒപ്പീനിയൻ എഴുന്നേറ്റ് നിന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുക. കൂടാതെ നോ പറയേണ്ട അവസരം വന്നാൽ ഒരു മടിയും കൂടാതെ നോ പറയുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആവാൻ കഴിയുന്നതാണ്. ടിപ്പ് നമ്പർ 5, ബി ഓതന്റിക് ആൻഡ് ജെനുവിൻ. ഫേക്ക് ആയവരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നവരെയും ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കരിസ്മാറ്റിക് ആയ ആളുകൾ എപ്പോഴും ഓതന്റിക് ആൻഡ് ജെനുവിൻ ആയിരിക്കും. അവർ ഒരിക്കലും മറ്റൊരാളെ പോലെ അനുകരിക്കാൻ ശ്രമിക്കില്ല. കൂടാതെ എല്ലാം അറിയാം എന്ന ഭാവം ഒരിക്കലും അവർ നടിക്കില്ല. അവരെപ്പോഴും സത്യസന്ധരും ഹംബിളും വൾണറബിളും ആയിട്ടായിരിക്കും മറ്റുള്ളവർക്ക് മുന്നിൽ എത്തുക. ഇങ്ങനെ വൾണറബിൾ ആകുന്നത് മറ്റുള്ളവർക്ക് ഇവരോട് കൂടുതൽ ട്രസ്റ്റ് തോന്നാനും റിലേറ്റബിളായി ഫീൽ ചെയ്യാനും കാരണമായേക്കാം. സോ നിങ്ങൾക്കും ഒരു കരിസ്മാറ്റിക് ആവണമെങ്കിൽ നിങ്ങളും ഓതന്റിക്കും ജെനുവിനും ആവാൻ ശ്രമിക്കുക. അതിനായി ആദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു എത്തിക്സ് ഉള്ള ആളായി മാറുക. കൂടാതെ നിങ്ങൾക്ക് സംഭവിക്കുന്ന മിസ്റ്റേക്സും നിങ്ങളുടെ വീക്ക്നെസ്സും മനസ്സിലാക്കി പെരുമാറുക. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനായി നിങ്ങളിൽ ഇല്ലാത്ത കഴിവുകൾ അഭിനയിക്കാതിരിക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും അവരോട് ആവശ്യമെങ്കിൽ മടി കൂടാതെ ഹെൽപ്പ് ചോദിക്കുകയും ചെയ്ത് വൾണറബിൾ ആകുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചില ആളുകൾ നിങ്ങളെ സഹായിക്കുന്നത് അവരുടെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി ആയിരിക്കും. സോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ആളുകളെ കണ്ടെത്തുക. ടിപ്പ് നമ്പർ 6, ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് എൻജോയ് ദ പ്രോസസ്. നിങ്ങൾ എത്രത്തോളം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുകയും
നിങ്ങൾക്ക് നേരെ വരുന്ന ചലഞ്ചസിനെ സ്വീകരിക്കാനും അതെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റിയായി കണ്ട് അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും വളരാനും ശ്രമിക്കുക. കരിസ്മാറ്റിക് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ആളുകളിലും മറ്റ് സാഹചര്യങ്ങളും പോസിറ്റീവായതിനെ കാണാൻ ശ്രമിക്കുന്നവരാണ്. കൂടാതെ ആ പോസിറ്റിവിറ്റി അവർ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുന്നു. അവർക്കറിയാം നെഗറ്റിവിറ്റിയുള്ള അവസരങ്ങളിൽ ഗ്രോത്ത് സംഭവിക്കില്ല എന്നത്. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരെ പോസിറ്റീവായ രീതിയിൽ ഇൻസ്പയർ ചെയ്യാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതൊരു ട്രൂ ലീഡർഷിപ്പിന്റെ അടയാളം കൂടിയാണ്. നിങ്ങൾക്കും പോസിറ്റീവായ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വഴിയും നെഗറ്റീവ് സെൽഫ് ടോക്കിന് പകരം പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യുന്നത് വഴിയും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴിയും കരിസ്മാറ്റിക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. കൂടാതെ മറ്റുള്ളവരോട് ചിരിച്ചുകൊണ്ട് പെരുമാറുകയും മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യാം. എന്നാൽ പ്രധാനമായും എമ്പതിയും കൈൻഡ്നെസ്സും ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. ജീവിതം എന്നത് എപ്പോഴും വെൽത്ത് ജനറേറ്റ് ചെയ്യുക എന്നത് മാത്രമല്ല, നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തുകയും അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. കരിസ്മാറ്റിക് ആയ ആളുകൾ മറ്റുള്ളവരോട് എപ്പോഴും അനുകമ്പയും ആദരവും കാണിക്കുകയും ആവശ്യമുള്ളവരെ സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഇതവരെ കൂടുതൽ ലൈക്കബിൾ ആൻഡ് റെസ്പെക്റ്റബിൾ ആക്കി മാറ്റുന്നു. കൂടാതെ മറ്റുള്ളവരുമായി സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഇതവരെ സഹായിക്കുന്നു. സോ നിങ്ങൾക്കും എമ്പതിയും കൈൻഡ്നെസ്സും ഉണ്ടാകാൻ വേണ്ടി മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ട്രൂ ഹാപ്പിനെസ് ആൻഡ് ഫുൾഫിൽമെന്റ് ജീവിതത്തിൽ എപ്പോഴും ഫീൽ ചെയ്യാൻ കഴിയും. സോ ഇനി എപ്പോഴും ഓർക്കുക, കരിസ്മ എന്നത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സ്കില്ലാണ്. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാനോ മിസ്റ്റേക്ക് വരുത്താനോ മടി കാണിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളല്ലാത്ത ഒരാളായി മാറാൻ ശ്രമിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ ബെസ്റ്റ് വെർഷനെ പുറത്തു കൊണ്ടുവരാനും അത് ഈ ലോകത്തെ കാണിക്കാനും ശ്രമിക്കുകയാണ്. സോ നിങ്ങളോടും നിങ്ങളുടെ വാല്യൂസിനോടും എപ്പോഴും നീതി പുലർത്തുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കോൺഫിഡൻ്റ് ആകുകയും എപ്പോഴും ജെനുവിൻ ആൻഡ് പോസിറ്റീവായി ഇരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. കൂടെ എമ്പതിയും കൈൻഡ്നെസ്സും ഉണ്ടാക്കിയെടുക്കുക. ഓർക്കുക, ഇംപ്രൂവിങ് യുവർ കരിസ്മ എന്നത് ഒരിക്കലും ഒരു വൺ ടൈം എഫർട്ട് അല്ല. അത് ജീവിതകാലം മുഴുവൻ നിങ്ങളിൽ നിലനിൽക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രാക്ടീസ് വളരെ ആവശ്യമാണ്. എന്നാൽ ഇതിന്റെ റിവാർഡ് എന്ന് പറയുന്നത് വിലമതിക്കാനാകാത്ത ബന്ധങ്ങളും അവസരങ്ങളും പകരം വയ്ക്കാൻ കഴിയാത്ത സന്തോഷവും സമാധാനവും ആയിരിക്കും.